ഭാഷകളെ ഏകദേശം ഭേദം കൂടാതെ പ്രഭാഷണങ്ങളിലൂടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടുകയും ചെയ്യുന്ന സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്ന ബോബി അച്ഛൻ, ബോബി ജോസ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാൻ എന്റെ വാക്കുകൾ കൊണ്ട് നീതി പുലർത്താനാവും എന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഒരു എളിയ ശ്രമം മാത്രമാണിത്. കപ്പൂച്ചിൻ സന്യാസ സഭയിലെ വൈദികൻ ജ്ഞാനഗുരു, ആലപ്പുഴ കുമ്പോടിയാണ് ജന്മസ്ഥലം. ലളിതമായ ജീവിതശൈലി, നാട്യങ്ങളില്ല, ജാടകളില്ല. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു കയറുവാൻ വലിയ ശബ്ദകോലാഹലമൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ 20ലധികം പുസ്തകങ്ങളിലൂടെ മനുഷ്യബന്ധങ്ങളുടെ ആത്മീയതയുടെ ആഴം ലളിതമായി വരച്ചു കയറ്റിയ ഒരു എഴുത്തുകാരനാണ്. ഇന്ത്യയിലെ.com പുസ്തകങ്ങളിലൂടെ അവരുടെ പട്ടികയിൽ എഴുതിയ പുസ്തകങ്ങൾ എല്ലാം തന്നെ ഇടം നേടിയ അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് ബോബി ജോസ്. തത്വചിന്തയും മാനവികതയും കലർന്ന അതീവ ലളിതവും ഹൃദ്യവുമായ പ്രഭാഷണ ശൈലിയുണ്ട്. ദൈവം എന്നത് മറഞ്ഞിരിക്കുന്ന ഒരാളല്ല, എന്നാൽ ദൈനംദിനമുള്ള നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ, നമ്മുടെ കൊച്ചു കൊച്ചു നന്മകളിലൂടെ വെളിപ്പെടുന്ന ആളാണ് ദൈവമെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ, വാക്കുകളിലൂടെ അദ്ദേഹം നിരന്തരമായി നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഇവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം തന്നെ അദ്ദേഹത്തെ നന്നായി അറിയാവുന്നതറിയാം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നത് മാരാമൺ കൺവെൻഷനിലെ യുവവേദിയിൽ വെച്ചാണ്. ഞാൻ കോളേജിൽ നിന്ന് ജോലി കഴിഞ്ഞ് മാരാമൺ കൺവെൻഷനിലേക്ക് വൈകുന്നേരം ചെയ്യുന്നതാണ്. എന്റെ സഹപാഠിയും മാത്തോമ സഭയിലെ പട്ടക്കാരനുമായ കുര്യൻ ജോർജ് അച്ഛൻ എന്നോട് പറഞ്ഞു, ബാക്കി പണം കൊടുക്കുന്ന സ്റ്റാളുകളിലൊക്കെ നടക്കുന്നത് പിന്നീടാകട്ടെ, ബോബി ജോസ് അച്ഛനെ പോയി കേട്ടിട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ ആരോ ബോബി ജോസ് അച്ഛൻ, പോയി കേട്ടിട്ട് വരൂ, അപ്പോൾ തന്നെ മനസ്സിലാകുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ കിട്ടാവുന്നതെല്ലാം തന്നെ, അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും യൂട്യൂബിലൂടെയെങ്കിലും അല്ലാതെയും ഒക്കെ കേൾക്കുവാനായിട്ട് വളരെയധികം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പുലർവട്ടം പരമ്പരയിലെ 21 പുസ്തകങ്ങളെ കുറിച്ച് 21-ലധികം പുസ്തകങ്ങൾ, അതില് വിവർത്തന പുസ്തകം കൂടിയുണ്ട്. അവർ പുലർവട്ടം എന്ന പരമ്പരയിലെ 3-ാം പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഇത്രയൊക്കെ ഉള്ളോ ജീവിതം? നീ ചെയ്ത അത്ഭുതം എന്താണ്? ഈ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് അദ്ദേഹം നമ്മളെ വെല്ലുവിളിക്കുകയാണ് പുസ്തകത്തിലൂടെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളെല്ലാം തന്നെ. ഷാലോം ടിവിയിലെ ഗുരുചരണം എന്ന പ്രഭാഷണ പരമ്പരയിൽ പുലർവട്ടം എന്ന പ്രതിദിന പങ്ക്തിയും ഏറെ ശ്രദ്ധേയമാണ്. വിശക്കുന്നവന്റെ മനസ്സും വയറും നിറയ്ക്കാൻ 5 അപ്പം എന്ന അന്നവും അക്ഷരവും മാതൃകോണ എന്നുള്ള പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. ഇന്ന് ജാതിമത വേദനയെന്ന് വേണമെങ്കിൽ പറയാം, എല്ലാ മതക്കാരും ചേർന്നു വളരെ അനുഗ്രഹകരമായിട്ട് ആ ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ തെക്കേമലയിൽ അതിന് തോന്നിയിട്ടുണ്ട്. ഈ ലോകത്തിലെ ചിലരൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാനും അതിനോടൊപ്പം കൂട്ടുകൂടാനുമായി കാവോ തൃക്കോണക്കരയിൽ ആരംഭിച്ചിട്ടുണ്ട്. വളരെയധികം മനോഹരമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു നാച്ചുറൽ ഉദ്യാനമാണത്. അവിടെ ഇടയ്ക്കൊക്കെ കൂടുന്ന കാവും കൂട്ടുകെട്ട് വളരെ ലളിതമായിട്ട് വളരെ സന്തോഷത്തോടെ കാവോട് ആരോഗ്യമുള്ള ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് കേൾക്കാനാണല്ലോ നമ്മൾ കാത്തിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുമ്പോൾ വേറൊരു അനുഭവത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് നമ്മളുടെ ക്ഷമ സ്വീകരിച്ച് നമ്മളെ കാണുവാനും നമ്മളോട് സംസാരിക്കുവാനുമായിട്ട് അദ്ദേഹം കടന്നു വന്ന് നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വിളിക്കുമ്പോൾ പറയും, ടീച്ചർ ടെൻഷൻ എടുക്കേണ്ട, ഞാൻ എത്തിക്കോളും,
ഞാൻ ചോദിക്കും, അച്ഛാ ഞാൻ എവിടെ വരണം അച്ഛനെ കൊണ്ടുവരാനായിട്ട്? ഇതൊന്നും അറിയണ്ട, ഞാൻ തന്നെ അത് ക്രമീകരിച്ചിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ടുള്ള ഒരു ജീവിതമാണ്, എത്ര മനോഹരമായ ഒരു ജീവിതമാണ്. അച്ഛൻ്റെ ഈ ധന്യമായ ജീവിതം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും അനേകർക്ക് വെളിച്ചം പകരാനും അനേകർക്ക് ജീവിതത്തിൽ സന്തോഷം പകരാനും എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മളെല്ലാവരും കേൾക്കാൻ ശ്രദ്ധയോടെ ഇരിക്കുകയാണല്ലോ. അച്ഛൻ്റെ സാന്നിധ്യം ഏറ്റിന് ഏറ്റവും അധികം ഊർജം പകരട്ടെ. അച്ഛൻ്റെ ഇവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാകട്ടെ.